എന്റെ ഫോട്ടോ റൂമിന്റെ ഫ്രണ്ട്സിന്റെ അത് ഞാൻ കാണിച്ചു കൊടുത്തത് ബാബാനെ ഞാൻ സൂം ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയുണ്ട് ബാബായുടെ 2-3 ഫോട്ടോ ഇനിയും കാണിക്കാൻ ബാക്കിയാ. അല്ല പിന്നെ നമ്മുടെ റൂമിന്റെ കുഞ്ഞു ഭാഗമായിട്ട് കാണിച്ചു കൊടുക്കുക. ഈ ഇഷ്ടംപോലെ കാണിച്ചു കൊടുക്കാനുണ്ട് റൂമിന്റെ. നമ്മുടെ ബാബ ഇത് November 21 ഞങ്ങളുടെ ആനിവേഴ്സറി ആണ്. എന്ന് വെച്ചാൽ ഓരോരോ വർഷം തികയാണ് ഞങ്ങൾ ഇഷ്ടമെന്ന് പറഞ്ഞത്. ഈ ഓരോ ദുഃഖി ഇത് എൻ്റെ ഉപ്പാനൊരു ദിവസം മിസ് ചെയ്തപ്പോൾ ഞാൻ വരച്ചതാണ് എൻ്റെ ഉപ്പാനെ. ഇത് ബാബയുടെ അച്ഛൻ. ഇതിൻ്റെ റഫ് ഫോമാണിത്. എന്ന് വെച്ചാൽ ഓരോ ജെം സ്റ്റോൺ നമുക്ക് ജ്വല്ലറിന്നൊക്കെ നമ്മൾ മേടിക്കുന്നില്ലേ, ഇതാണ്. അപ്പോൾ നമ്മുടെ ബുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതേ ഈ ഒരു സംഭവമാണ്. ഇത് ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹലോ, ഇന്ന് നമ്മൾ എൻ്റെ റൂം ടൂർ ചെയ്യാൻ പോവാലോ. ഇതിൽ കുറേ പേരെങ്കിലും ചോദിച്ചിട്ടുണ്ട് എൻ്റെ ഹോം ടൂർ ചെയ്യുമോയെന്ന്. ദുബായിത്തെ വീടിൻ്റെ ഹോം ടൂർ ചെയ്യുമോയെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് ഹോം ടൂറിനേക്കാൾ നല്ലത് ആദ്യം എൻ്റെ റൂം ടൂർ ചെയ്യാം. എൻ്റെ റൂം ഒന്ന് കാണിക്കാം. അതിൽ തന്നെ എനിക്ക് കുറച്ച് ഏകദേശം കുറേ കാര്യങ്ങൾ എനിക്ക് കാണിക്കാനുണ്ട്. അതെന്നെ കുറച്ച് വലിയ വീഡിയോ ആവും. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഫസ്റ്റ് എൻ്റെ റൂം കാണിക്കാം. റൂം കാണിച്ചിട്ട് വേറൊരു ദിവസം ഹോം ടൂർ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാണ് എൻ്റെ റൂം കേട്ടോ. ഈ കാണുന്നതാണ് എൻ്റെ റൂം. ലൈറ്റ് ഭയങ്കരമായിട്ട് അടിക്കുന്നത്. നമുക്ക് കൂട്ടിയിടാം. അപ്പം ഞാൻ ഇന്ന് മൊത്തം എൻ്റെ റൂം കയറി തുടങ്ങിയാൽ തൊട്ട് എന്തൊക്കെ സാധനങ്ങളാണ് ഞാൻ ചെയ്ത് വെച്ചേക്കണേന്നും ഒക്കെ ഞാൻ കാണിച്ചുതരാം. ഈ റൂമിൻ്റെ ഉള്ളിലുണ്ടല്ലോ എനിക്ക് കുറച്ചൊരു വൃത്തിയുടെ സ്വഭാവങ്ങളില്ല. ഞാൻ ഭയങ്കര പിഷ്കത്തിയാണ്. എനിക്ക് പൈസ ഇങ്ങനെ ചുമ്മാ ചിലവാക്കാൻ എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. ഞാൻ ഭയങ്കര പിഷ്കാണ് ഇങ്ങനത്തെ കാര്യങ്ങളിൽ. അപ്പോൾ ഈ റൂമിൻ്റെ ഉള്ളിൽ കുറേ ഒരു 3/4 ഭാഗമെങ്കിലും ഫുള്ള് ഞാൻ ചെയ്ത ക്രാഫ്റ്റ് അല്ലെങ്കിൽ ഞാൻ ചെയ്ത പെയിൻറ്റിങ്സ് അല്ലെങ്കിൽ ഞാൻ ചെയ്ത കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ റൂം ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുക എൻ്റെ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും. എൻ്റെ ഓരോ മൂഡിന് ഞാൻ ചെയ്ത് കൂട്ടിയ പ്രാന്തകളാണ് ഈ റൂമിന് മൊത്തം ഉള്ളത്. ഈ ഒരു റൂം കണ്ടു കഴിഞ്ഞാൽ ഏകദേശം എൻ്റെ സ്വഭാവമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും. അത് മാത്രമല്ല എൻ്റെ സീക്രട്ട് ഡയറിയിൽ എന്താണ്, സീക്രട്ട് ഡയറി എന്നൊന്നും പറയാൻ പറ്റില്ല, ആ ഡയറിയുടെ ഉള്ളിൽ എന്താണ്. പിന്നെ എനിക്ക് കുറച്ച് കളക്ഷൻസ് ഒക്കെ ഉണ്ട്, കുറച്ച് കളക്ഷൻ പ്രാന്തുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു കുറേ കാര്യങ്ങൾ കാണിച്ചു തരാനുണ്ട്. നമുക്ക് ഓരോരോ സ്റ്റെപ്പായിട്ട് കാണാം. ഫസ്റ്റ് തന്നെ എൻ്റെ റൂമിൽ കിടക്കണേക്കാൾ മുമ്പ് ഇങ്ങനൊരു സംഭവം ഞാൻ തൂക്കിയിട്ടിട്ടുണ്ട്. നമ്മൾ കാറ്റൊക്കെ അടിക്കുമ്പോൾ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കില്ലേ, ഇതെന്ന് പറയുന്നത് വെറുതെ ഒരു ശബ്ദം വരണമല്ല. ഇതൊക്കെ റഫ് ജെം സ്റ്റോൺസ് ആണ്. ഇത് സിട്രിൻ, കോട്സ് ഉണ്ട്, ജെയ്ഡ് ഉണ്ട്, അങ്ങനത്തെ റഫ് ജെം സ്റ്റോൺസ് ആണ് തൂക്കിയിട്ടേക്കുന്നത് ഈ സംഭവങ്ങൾ. ഇതിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഞാൻ ഇനി നമ്മുടെ റൂമിലേക്ക് കടന്ന് കാര്യങ്ങൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഒരു സംഭവമാണ് ഞാൻ തൂക്കിയിട്ടേക്കുന്നത്. കണ്ടോ, ഇവിടെയാണ് ഞാൻ തൂക്കിയിട്ടേക്കുന്ന സംഭവം. അങ്ങനെ ഞാൻ ഡോറ് തുറന്ന് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഈ 2 വോളുള്ളത്. ഈ 2 വോളിൽ ഫുള്ള് ഞാൻ പെയിൻറ്റ് ചെയ്ത സംഭവങ്ങളാണ്. ഈ പെയിൻറ്റ് ചെയ്യുന്നത് എപ്പോഴാണെന്നറിയോ, എനിക്ക് ഇങ്ങനെ പഠിച്ച് പ്രാന്തെടുക്കും. ഇങ്ങനെ പഠിച്ച് എനിക്ക് തല ഇങ്ങനെ പെരുകും, അല്ലെങ്കിൽ എനിക്ക് വല്ല ദേഷ്യം വരാം, എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ വല്ല ഫ്രസ്ട്രേഷനോ എന്തെങ്കിലുമൊക്കെ വരാം. അപ്പം ഞാൻ ചെയ്ത് വെക്കണ പണിയാണ് പെയിൻറ്റ് ചെയ്ത് വെക്കാവോ. ചുമരിൻ്റെ അവിടെ ഇവിടെ ഒക്കെ പെയിൻറ്റ് ചെയ്ത്, സ്വന്തം റൂമായ കാരണം ഉപ്പി ഒന്നും പറയാറില്ല, എന്തെങ്കിലും ചെയ്തോട്ടെ വെച്ചിട്ട് അവർ മിണ്ടാതിരിക്കുള്ളൂ. ഈ 2 ഭാഗങ്ങളും ഞാൻ പെയിൻറ്റ് ചെയ്ത് എൻ്റെ ഒരു മൂഡിനനുസരിച്ച് പെയിൻറ്റ് ചെയ്ത് നശിപ്പിച്ച സാധനങ്ങളാണ്. അപ്പം ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം എന്തൊക്കെയാണ് വരച്ചേക്കണേന്ന്. എൻ്റെ ഫേവറേറ്റ് ഏലിയൻ കുഞ്ഞ്, ഇതാണ് എൻ്റെ ഏലിയൻ കുഞ്ഞ്. കണ്ടില്ലേ, ഇത് സ്പ്രേ പെയിൻ്റ് ആട്ടോ. വാളിൽ ചെയ്തേക്കുന്നത് സ്പ്രേ പെയിൻ്റാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഇതെന്നൊക്കെ പറയുന്നത് എൻ്റെ ഹില, എൻ്റെ പേര് എഴുതിയിട്ട് ഒരു 2 സംഭവം ഞാൻ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ലൈറ്റുകളാണ്. അത് ഞാൻ രാത്രിയാണ് നമ്മുടെ റൂം കാണേണ്ടത്. രാത്രി കാണാൻ ഒരു അടാറ് സംഭവമാണ് ഈ റൂം. അതാണ് ഈ വാളിൽ ഇതാണ് കേട്ടോ സംഭവം എന്നുള്ളത്. പിന്നെ ഈ ഭാഗം എന്ന് പറയുന്നത് ഒരു മഷ്റൂം എടുക്കാൻ വരുന്നു. എനിക്കിങ്ങനെ സൈക്കഡലിക് ആർട്ട് ഭയങ്കര ഇഷ്ടം എനിക്ക്. സൈക്കഡലിക് ആർട്ട് എനിക്ക് അങ്ങനത്തെ ആർട്ടാണ് കൂടുതൽ ഇഷ്ടം. അത് വെച്ചിട്ടാണ് ഞാൻ ഈ 2 ചുമര് ചെയ്തേക്കുന്നത്. കണ്ടില്ലേ, ഫുൾ കളർഫുള്ളായിട്ട്. റൂം കയറി വരുമ്പോഴേ ഭയങ്കര കളർഫുള്ളായിട്ടാണ് ഞാൻ ചെയ്ത് വെച്ചേക്കുന്നത്. ഈ കാണുന്നതൊക്കെ ഞാൻ എൻ്റെ ഓരോ മൂഡിന് ഞാൻ ചെയ്ത് വെക്കുന്നത് കേട്ടോ. ഈ സംഭവങ്ങൾ എന്നൊക്കെ പറയുന്നത് എൻ്റെ എനിക്ക് ആ ഒരു സമയത്ത് ഇങ്ങനെ തോന്നുമ്പോൾ ഞാൻ ചെയ്ത് വെക്കുന്നതാണ് ഇതൊക്കെ. എന്നോട് ഈ ഒരു പിക്ചറൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടുമ്പോഴേ എന്നോട് കുറേ പേര് ചോദിക്കും, ഭയങ്കര വലിയാണല്ലേ, ഭയങ്കര ട്രിപ്പറാണല്ലേ ഇതൊക്കെ. ഞാൻ പറഞ്ഞു അതൊന്നുമല്ല, എനിക്ക് ഇങ്ങനത്തെ ആർട്ട് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ചെയ്ത് വെച്ചേക്കുന്നത്, അല്ലാണ്ട് അതൊന്നുമല്ല എന്ന് പറഞ്ഞു. അതൊന്നല്ല കാര്യം എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഇത് കണ്ടിട്ട് കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഭയങ്കര ട്രിപ്പറാണല്ലേ, അതാണല്ലേ, ഇതല്ലേ, അതൊന്നല്ല സംഭവം. എനിക്ക് ആ ഒരു മൂഡിന് എനിക്ക് ഇങ്ങനത്തെ ആർട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ ഇവിടെ നോക്കി, ഈ ഭാഗത്ത് ഇതേപോലെ തന്നെ ഞാൻ വരച്ചേക്കുന്നത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഞാൻ പെയിൻറ്റ് ചെയ്തതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ടെറർ ലുക്കായിട്ടില്ലേ, അതേപോലെ
ഈ സംഭവം ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. അതാണ് ഈ ഒരു പോർഷൻ ഫുൾ ഇതേപോലെ ഇങ്ങനെ വരച്ച് വെച്ചേക്കുന്ന ഒരു ഏരിയ കേട്ടോ, ഈ ഭാഗം മൊത്തം. ഇനി ഞാൻ അടുത്ത സെക്ഷൻ കാണിച്ചു തരാം. നമ്മുടെ ഈ പെയിൻറ്റിങ്സിനൊക്കെ തൊട്ടടിയിൽ ഞാൻ ടി വി ആണ് വെച്ചേക്കുന്നത്. ടി വിയുടെ ഇവിടെ കാണേണ്ട ഒരു സംഭവമുണ്ട്. ഇത് കണ്ടോ? ഇത് ഫുള്ള് നമ്മൾ കയറി വരുമ്പോഴേ ഞാൻ കാണിച്ചു റഫ് ജെം സ്റ്റോൺസിൻ്റെ അങ്ങനെ കിളിങ്ങുന്ന സംഭവം. അതേപോലെ റഫ് ജെം സ്റ്റോൺസ് ആണിത്. ഇതിൻ്റെ ഉള്ളിലൊക്കെ നോക്കിയത് നിറയെ ജെം സ്റ്റോൺസ് ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇതിൻ്റെ റഫ് ഫോമാണിത്. എന്ന് വെച്ചാൽ ഓരോ ജെം സ്റ്റോൺ നമുക്ക് ജ്വല്ലറിയിൽ നിന്നൊക്കെ നമ്മൾ മേടിക്കുന്നില്ലേ, ഇങ്ങനെ പൈസ കൊടുത്ത് ഭയങ്കര പൈസ നമ്മൾ മേടിക്കാറില്ലേ, അതിൻ്റെ ഒക്കെ ശരിക്കും ഭൂമിയിൽ നിന്ന് കിട്ടണ കറക്റ്റ് ഫോമിലുള്ള സംഭവമാണ് ഈ റഫ് ജെം സ്റ്റോൺ എന്ന് പറയുന്നത്. ഭൂമിയിൽ നിന്ന് എങ്ങനെയാണ് കറക്റ്റ് കിട്ടണേ, ഇതൊക്കെ എടുത്തിട്ടാണ് ഈ പോളിഷ് ചെയ്തിട്ട് നമ്മൾ മാലയും കമ്മലൊക്കെ ആക്കി മാറ്റുന്നത്. അതിനെ കറക്റ്റ് ഭൂമിയിൽ നിന്ന് കിട്ടുന്ന രൂപങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഭയങ്കര കളക്ഷനാണ്. ഞാൻ പൈസ കൊടുത്ത് ഏറ്റവും വാങ്ങുന്നത് ഈ ജെം സ്റ്റോൺസുകളാണ്, ഈ റഫിൻ്റെ. എനിക്ക് ഭയങ്കര, ചിലർക്ക് സ്റ്റാമ്പ് കളക്ഷൻ ഉണ്ടാവും, ചിലവർക്ക് അങ്ങനെ കളക്ഷൻ ഉണ്ടാവില്ല. അതേപോലെ എനിക്കുള്ള കളക്ഷൻസാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതുകൊണ്ട് കയറി വരുമ്പോഴേ അതുകൊണ്ട് ഞാൻ ബാർഗെയിൻ ചെയ്യും. എവിടെയെങ്കിലുമൊക്കെ പോയി ഞാൻ ഇത് കണ്ടു കഴിഞ്ഞാൽ പൈസ വില പേശി ഏറ്റവും കുറവിൽ കിട്ടണത്തോളം ഞാൻ വില പേശി ഞാൻ മേടിക്കുന്നതാണ് ഈ കാണുന്ന സംഭവങ്ങളൊക്കെ. അപ്പം ഞാൻ കറക്റ്റ് ഓക്കെ. ഇതെന്ന് പറയുന്നത് ജിയോടാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നോക്കിയാൽ ശരിക്കും ഇങ്ങനെ തിളങ്ങണം. ക്യാമറയിൽ അത്ര കാണുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. ഭയങ്കര രസമാണ് ഇതിൻ്റെ ഉള്ളിൽ. കണ്ടോ, ഫുള്ള് കല്ലാണ്. ഇതാണ് ക്രിസ്റ്റൽ നമ്മൾ മേടിക്കാറില്ലേ, ക്രിസ്റ്റലിൻ്റെ റഫ് ഫോമാണ് ഇത്. പിന്നെ ഈ കുപ്പിയിൽ മൊത്തമുള്ളത് എംറാൾഡ് ഉണ്ട്, റോസ് ക്വാർട്സ് ഉണ്ട്, എമത്തിസ്റ്റ് ഉണ്ട്, എല്ലാ കല്ലുകളും ഉണ്ട്. ഫുൾ കല്ലുകൾ, ഡയമണ്ട് ഉണ്ട്. എല്ലാ കല്ലുകളിൻ്റെയും കുഞ്ഞൊരു കുപ്പിയിലാക്കി ഞാൻ വെച്ചേക്കാണ്. ഫുൾ കല്ലുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അയ്യോ വീണു. പിന്നെ ഇതടുത്തത്, ഇത് ഞാൻ വെള്ളത്തെ കുപ്പിയിൽ വെള്ളമാക്കി വെച്ചേക്കുന്നതാണ്. ഇതെന്ന് പറയുന്നത് ഇത് ആംബറാണ്. ആംബർ എന്ന് പറഞ്ഞ സംഭവം. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞൊരു സംഭവം കാണിച്ചു തരാം. കണ്ടോ, കറക്റ്റ് ഇതിൽ പ്രാണി ചത്ത് കിടക്കുന്നത്, ഇങ്ങനെ സ്കോർപ്പിയോ ചത്ത് കിടക്കുന്നതൊക്കെ ഇത് ശരിക്കുള്ള സംഭവം കേട്ടോ. ഈ ആംബർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കല്ലിൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവാവിശിഷ്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് ആണ് എമത്തിസ്റ്റ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കുറേ, എമത്തിസ്റ്റ്. ഇതിൻ്റെ എമത്തിസ്റ്റിൻ്റെ റഫ് ഫോമാണ് ഇത്. എന്തൊരു ഭംഗിയാണ് നോക്കി കല്ലുകളൊക്കെ. ഇതൊക്കെയാണ് എനിക്ക് ഉള്ളത്. ഇനി ഇതേപോലെ എവിടെ നിന്നൊക്കെ ഞാൻ കിട്ടും, അതൊക്കെ വില കുറവിലൊക്കെ കിട്ടുമ്പോൾ ഞാൻ ഇങ്ങനെ മേടിച്ച് വെക്കും. ഇത് ഞാൻ വെറുതെ കുപ്പിയിൽ ഇങ്ങനെ വെറുതെ ഭംഗിക്ക് ഷോക്ക് വേണ്ടി നിറച്ച് വെച്ചേക്കാണ്. ഇതൊക്കെയാണ് ഈ ഭാഗത്തുള്ളത്. കണ്ടോ, യെസ്, ഇത് നമ്മുടെ ട്രൈപോഡ്. ഇത് ടി വി. ഇതാണ് നമ്മുടെ റൂമിലത്തെ ടി വി ഉള്ളത്. ഇതാണ് അപ്പം എൻ്റെ ഒരു ഭാഗം. ഇതിൻ്റെ തൊട്ടടിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞി കൂജുണ്ട്. പിന്നെ ഇത് ക്രാഫ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഹോട്ട് ഗണ്ണിൻ്റെ സംഭവമാണ്. പിന്നെ വീട്ടിലിട്ട് നടക്കാൻ ചിരിപ്പ്. ഇതൊക്കെയാണ് ഈ ഒരു ഭാഗത്ത്. അടുത്ത ഭാഗം നമുക്ക് കാണാനുള്ളത് ദേ ഈ ഒരു പോർഷനാണ്. ഈ ഒരു പോർഷനാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലം. ഈ കാണണില്ലേ, അത് ഞാൻ ഉണ്ടാക്കിയ ക്ലോക്ക്. അയ്യോ, അത് ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ചത് ഉരിഞ്ഞ് പോരാൻ നിൽക്കുന്നുണ്ട്. ഇതെങ്ങനെ ഉണ്ടാക്കിയാൽ വെച്ചാൽ സ്ട്രോ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് സ്പ്രേ പെയിൻറ്റ് ചെയ്താട്ടോ. ഈ പോർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെൻ്റെ കബോർഡിൽ പിന്നെ ഇതിൻ്റെ സാധാ ഡ്രസ്സുകൾ, അത്ര ഡ്രസ്സുകളില്ല, കാരണം നാട്ടിൽ നിന്ന് ഞാൻ കുറച്ച് ഡ്രസ്സുകളെ കൊടുത്തിട്ടുള്ളൂ. നല്ല അടക്കോ ഒതുക്കോ ഇല്ലാതെ ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ഉപ്പാക്ക് ചെയ്ത് കൊടുത്തതാണ്. ഇത് ഞാൻ ബോട്ടിലാട്ടി ഞാൻ തന്നെ ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതാണ് എൻ്റെ ഫേവറേറ്റ് സ്ഥലം. ഇത് എന്താ പറയുക, ഞാൻ എൻ്റെ ഏറ്റവും ഫ്രണ്ട്സിൻ്റെ, എൻ്റെ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സ് എന്നൊക്കെ പറയില്ലേ, അവരെ ഫോട്ടോസ് ഞാൻ ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് വിനൈൽ പ്രിൻറ്റിംഗ് എന്നാട്ടെ ഇതിനെ പറയാം. ഇതൊരു ഒറ്റ വലിയ ഷീറ്റ്, ഒരു ഫ്ലെക്സ് പോലെ നമുക്ക് കിട്ടും. നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കണം. നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരിങ്ങനെ വലിയ പ്രിൻ്റ് എടുത്തത് നമ്മൾ കട്ട് ചെയ്ത് ഞാൻ ഒട്ടിച്ച് വെച്ചേക്കുന്നതാണ് ഈ ഒരു സംഭവം. എൻ്റെ ഏറ്റവും ബെസ്റ്റീസിനാണ്. ഇതിൽ കുറച്ച് പേരില്ല. നമ്മുടെ പുതിയ കോളേജിലത്തെ ഫ്രണ്ട്സിൻ്റെ ഫോട്ടോ ഇവിടെ എനിക്ക് വെക്കാൻ പറ്റിയിട്ടില്ല. അത് ഇനി വെക്കണം. അടുത്ത പ്രാവശ്യം ദുബായിക്ക് വരുമ്പോൾ അവരെ ഫോട്ടോ ഒക്കെ പ്രിൻ്റ് എടുത്തിട്ട് വേണം വരാനുള്ളത്. അയ്യോ, എൻ്റെ ഫോണിപ്പോൾ വീണേനെ. ഇതിൽ നോക്ക്, മെയിൻ ഹൈലൈറ്റ് തന്നെ റിച്ചു ബാബയും ചുറ്റിനും എൻ്റെ ഇഷ്ടപ്പെട്ട, ഇതെൻ്റെ കസിനാണ് ആദിൽ. ഇവനെ നമ്മൾ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. ബാക്കിയൊക്കെ എൻ്റെ ബഡ്ഡീസാണ്. ഇത് ഞാൻ ഇരിക്കുന്നത് ഞാൻ, അത് റിച്ചു ബാബാനെ പറഞ്ഞപ്പോൾ റിച്ചു ബാബ ഇവിടെ ഉണ്ട്, വീഡിയോ കോളിലുണ്ട്. ബാബാ, ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ബാബാടെ ഒരു കുറവുണ്ട്, നമ്മുടെ ബാബാടെ ഒരു കുറവുണ്ട് ഇന്ന് ഇവിടെ. എനിക്കറിയാം, ഞാൻ ഇവിടെ കുറവുണ്ട്, ഞാൻ വന്നില്ലേ കുറവാന്ന് എനിക്കറിയാം. നീ വാ ബാബാ നമ്മുടെ വീട്ടിക്ക്. അതെ, നമുക്ക് ഒരുമിച്ച് ഹോം ടൂർ ചെയ്യാം. അതെ, നമുക്ക് വന്നിട്ട് ചെയ്യാം. നമുക്ക് ഒരുമിച്ച് എന്റെ മറ്റേ ഫ്രെയിമിൽ വെച്ച ഫോട്ടോ ഒന്നുകൂടെ സൂം ചെയ്ത് കാണിച്ചു കൊടുത്തിട്ട്. ഏത് ഫ്രെയിം ചെയ്ത് വെച്ചത്?
എന്റെ ഫോട്ടോയോ റൂമിലെ ഫ്രണ്ട്സിന്റെ അത് ഞാൻ കാണിച്ചു കൊടുത്ത് ബാബാനെ ഞാൻ സൂം ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയും ഉണ്ട് ബാബാടെ 2-3 ഫോട്ടോ ഇനിയും കാണിക്കാൻ ബാക്കിയാ. അല്ല പിന്നെ നമ്മുടെ റൂമിന്റെ കുഞ്ഞു ഭാഗമായിട്ടുള്ള കാണിച്ചു കൊടുക്കുക. ഈ ഇഷ്ടം പോലെ കാണിച്ചു കൊടുക്കാനുണ്ട്. റൂമിന്റെ നമ്മുടെ ഫ്രെയിം ആ ഫോട്ടോ ഹാങ് ചെയ്തേക്കണം കാണിച്ചു കൊടുക്കണം. എന്റെ സീക്രട്ട് ഡയറി കാണിച്ചു കൊടുക്കണം. കൊറേ കാര്യങ്ങൾ സീക്രട്ട് ഡയറി എന്താ സീക്രട്ട് ഡയറി തുറന്നൊന്നും കാണിച്ചു കൊടുക്കണ്ട. തുറന്ന് കാണിച്ചു കൊടുക്കണ്ടോ? എന്താ ബാബ, നമ്മുടെ കുട്ടികളല്ലേ, കാണട്ടെ. നമുക്ക് അങ്ങനെ സീക്രറ്റ്സ് വേണ്ട, പരസ്യമായ രഹസ്യങ്ങൾ മതി. നമ്മുടെ പിള്ളേരല്ലേ. അതെന്താന്നറിയോ ബാബ, അതെന്താ ബാബ അങ്ങനെ പറഞ്ഞെന്നറിയോ? ആ സീക്രട്ട് ഡയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സീക്രട്ട് ഡയറി അല്ല, ജേണൽ പോലെ ബാബാനായിട്ട് എന്നൊക്കെ തല്ലുവിടുന്നു ആ ദിവസങ്ങളിലാണ് ഞാൻ ജേണൽ എന്റെ ഉള്ളിലെ കലാകാരി ഉണരും. അതാണ് ബാബാക്ക് ഇഷ്ടമല്ലാത്തത്. കാരണം എന്റെ ഉള്ളിലത്തെ കലാകാരി ആ സമയത്ത് ഉണരും. അപ്പൊ എനിക്ക് പൊതുവെ ദേഷ്യം, ഫ്രസ്ട്രേഷൻ ഒക്കെ വന്നാൽ ഞാൻ ഒന്നിനും എഴുതി തീർക്കും, അല്ലെങ്കിൽ വരച്ചു തീർക്കും. ഇതൊക്കെയാണ് എന്റെ സ്വഭാവം. ഞാനും ഇങ്ങനെയൊക്കെ തന്നെ. ഞാൻ എഴുതി എത്രയോ കവിതകളല്ലേ ബാബ, എനിക്ക് ദേഷ്യം വന്നിട്ട്. എന്റെ ലൈഫിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ബാബ ഒരു ചിത്രം. ഒരു ദിവസം എന്നെ ചിത്രം വരക്കുമെന്ന് ചോദിച്ചിട്ടാ. എനിക്ക് ഭയങ്കര ആഗ്രഹം, റിച്ചു എന്നെ ഒന്ന് വരച്ചു തരുമോ എന്നൊക്കെ ചോദിച്ചു. എന്നെ കാണും ഒരു കൊരങ്ങിന്റെ രൂപത്തിൽ വരച്ചു തന്നേക്കണു. ഞാൻ ഭയങ്കര ആർട്ടിസ്റ്റ് അല്ലേ ബാബ. ആർട്ടിസ്റ്റിക് ലൈഫിൽ അത് അങ്ങനെയാണ്. ഞാൻ ഇങ്ങനത്തെ പെയിന്റിങ്സ് ചെയ്യാറ്, വാൾ പെയിന്റിങ്. ബാബ ഞാൻ നോണ പറഞ്ഞ ഇടിക്കും ഞാൻ നിന്നെ പിടിച്ചിട്ട്. ബാബ പക്ഷെ ഭയങ്കര മോട്ടിവേഷൻ ആട്ടോ എനിക്ക് ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഈ പെയിന്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ മൂഡ് ശരിയാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. പക്ഷെ ബാബ ഭയങ്കര പ്രോത്സാഹനം. തല്ലുകൂടിയിരിക്കുമ്പോൾ വരെ ഞാൻ ഡയറിയിലും അവിടെ ഇവിടെ ഒക്കെ വരച്ചത് ബാബാക്ക് ഞാൻ ദേഷ്യം, എനിക്ക് എൻ്റെ ദേഷ്യം ഞാൻ കാണിക്കാൻ ഞാൻ ചിത്രം വരച്ചിട്ട് എഴുതിയിട്ട് ഞാൻ കാണിക്കാം. അത് കണ്ട ബാബാക്ക് അറിയാം ഞാൻ മൂഡ് ഔട്ടിൽ വന്നിട്ടാ. അപ്പോൾ തന്നെ ബാബ എന്നെ സുഖിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നത് വെച്ചാൽ ഞാൻ വരച്ചതൊക്കെ ബാബയുടെ ഇൻസ്റ്റയിൽ സ്റ്റോറി ആയിട്ടിടും. അതാണ് സ്നേഹം. സ്നേഹല്ല, അതാണ് സോപ്പിംഗ്. അതാണ് ബാബയുടെ ഒരു സ്ഥിരം കാര്യമുള്ളത്. അങ്ങനെ നമുക്ക് ഞാൻ ഇപ്പൊ റൂം കാണിച്ചു കൊടുക്കട്ടെ. അപ്പൊ ശരി എന്നാ ഞാൻ പോവാ. എല്ലാവരും ഹലോ പോണ്ടേ? വേണ്ട. അല്ല ബാബ, അവർക്ക് ഡീറ്റെയിൽ ആയിട്ട് വീട് കാണണ്ടേ? ശരി എന്നാ ഞാൻ വീടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റില്ല. ശരി ബാബാനെ കാണുന്നുണ്ട്. ദേ കാണുന്നു. എവിടെ? ദേ ബാബ നോക്ക്. അയ്യോ എന്നെ കാണുന്നുണ്ടായിരുന്നോ? ഞാനോർത്തന്നെ കാണുന്നില്ല എന്നാട്ടോ. ബാബ തല ചൊറിഞ്ഞും അവിടെ നോക്കിയും ഇതൊക്കെ ആക്കിയിരിക്കണു. അയ്യോ ഞാനിങ്ങനെ വെറുതെ എന്നാ ലുക്കായിട്ടിരിക്കായിരുന്നു. ഞാൻ ഓർത്ത് നീ എന്നെ കാണിക്കണില്ല എന്ന്. ഞാൻ സംസാരമില്ലെന്ന് വെച്ചാ. ഇല്ലല്ല, ഞാൻ നിന്നെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വീട് കാണിച്ചു കൊടുക്കട്ടെ? അപ്പൊ വീട് കാണിച്ചോളൂ. ഓക്കെ, ബൈ ബൈ ബാബ. ബാബയുടെ വീട് ഭയങ്കര സൂപ്പറാ. വരച്ച കൊറേ കാര്യങ്ങൾ നിങ്ങൾ കാണാനുണ്ട് കേട്ടോ. അതെ, എന്റെ റൂമില് എന്റെ ഓരോ മൂഡിന് ഞാൻ ചെയ്തു വെച്ച ഓരോ പ്രാന്തുകൾ നിങ്ങൾ കാണാനുണ്ട്. നിങ്ങൾ കാണണം, പുള്ളിരുന്ന് കാണണം. മറ്റേ ലൈറ്റ് ഓഫ് ആക്കിയിട്ടുള്ള സംഭവം കാണിക്കും ബാബ. ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ഇരുട്ടത്തുള്ള വ്യൂവും ഞാൻ കാണിച്ചു കൊടുക്കാം. നമ്മുടെ ഈ റൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വൈബ് രാത്രിയാണ് റൂം കാണുന്നത്. ഭയങ്കര വൈബാണ്. ഞാൻ രാത്രിയുള്ള വ്യൂവും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പൊ ബാബ പൊക്കോ. ബൈ ബൈ. നിങ്ങൾ പോവരുത് കേട്ടോ. ഞാൻ ഇനി വീടിന്റെ റൂം കാണിച്ചു തരാണ്ട്. ബാബ പോണുള്ളൂ. ശരി ബാബ പോയി. ശരി. യെസ്, അങ്ങനെ ബാബ പോയി. അപ്പൊ നമ്മൾ എവിടെ എത്തിയത്? നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഈ ഭാഗം. ഇവിടെ സൺസെറ്റ് ആവാറായിട്ട് അതിൻ്റെ സൂര്യൻ്റെ അങ്ങനെ ഈ ഒരു പോർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ്. എൻ്റെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വെച്ച വ്യൂ ആണ്. ഇനി നമ്മൾ ഇങ്ങോട്ടേക്ക് വരാണ്. അതെ, ഈ ഒരു ഭാഗം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ ഈ ഒരു തൂക്കിയിട്ടേക്കണില്ല, അത് ഇവിടുത്തെ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. അവിടെ പോയപ്പോൾ ഞാൻ ബാർഗെയിൻ ചെയ്ത് മേടിച്ചതാണ് ഈ 2 ആൾക്കാരെ. എനിക്ക് ഇവരെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് റിച്ചു ബാബ, ഇത് ഞാൻ. അത് വെച്ചിട്ട് ഇത് ഞാൻ, ഇത് റിച്ചു ബാബ. അത് വെച്ചിട്ട് ഞാൻ തൂക്കിയിട്ടേക്കുന്നതാണ് ഈ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇതെന്ന് പറയുന്നത് നമ്മുടെ സൺസെറ്റ്. എൻ്റെ റൂമിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് സൺസെറ്റ് കാണാനാണ്. ഇതിൻ്റെ സൺസെറ്റ് പൊളിയാണ്. ഇത് ഞാൻ ഉണ്ടാക്കി വെച്ചത് തന്നെയാണ്. ഒരു ബൾബ് കണ്ടില്ലേ, ഈ ബൾബ് രാത്രി ലൈറ്റ് കത്തും, അത് ആക്കി വെച്ചേക്കുന്നതാണ്. അതേപോലെ ഇതൊക്കെ ഞാൻ ബോട്ടിൽ ആർട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. കുപ്പികളിൽ സ്പ്രേ പെയിൻ്റ് അടിച്ചിട്ട് ഇത് ഞാൻ നെയ്തുണ്ടാക്കിയതാണ്.
പിന്നെ ഇത് വെറുതെ കുപ്പിയിൽ ഞാൻ ചെടി വെക്കാൻ വേണ്ടി ഇത് നമ്മൾ ഉണങ്ങിപ്പോയ റിച്ചുബാബ തന്നതാ. ഈ റോസ് ഫ്ലവർ ഒക്കെ ഇല്ലേ, ഇതൊക്കെ റിച്ചുബാബ ഓരോ വട്ടം എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പം അത് കളയാതിരിക്കാൻ വേണ്ടി ഞാൻ സൂക്ഷിച്ച് വെച്ചതാ. അതൊക്കെ ഞാനിങ്ങനെ ബോട്ടിലാക്കി സൂക്ഷിച്ച് വെച്ചേക്കുന്നതാ. ഇങ്ങനെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇതേപോലൊരു ക്രാഫ്റ്റ് പോലെ ഞാനിങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു സംഭവം, ഈ ഒരു ഏരിയ മൊത്തം ഞാനിങ്ങനെ ആക്കി വെച്ചേക്കുന്നത്. പിന്നെ ഇത് ഇത് കണ്ടോ, ഈ ഒരു സംഭവം, ഇത് കണ്ണ് തട്ടാതിരിക്കാൻ നമ്മൾ വീട്ടിൽ വെക്കില്ലേ, അതേപോലെ നമ്മൾ വെളിച്ചം ഈ ഒരു ഭാഗത്തൂടെയല്ലേ കിടക്കുന്നത്, അതിന് വേണ്ടി വെച്ചേക്കുന്നതാണ്. ഇതൊരു ഷെല്ലിൻ്റെ സംഭവം. അതാണ് നമ്മുടെ ഈ ഒരു പോർഷൻ കണ്ടിട്ട് മുഖത്തേക്ക് വെയിലടിച്ചുകൊണ്ട്. ഈ ഒരു പോർഷൻ എന്ന് വെച്ചാൽ ഇതേപോലെയാണ് നമ്മുടെ വിൻഡോ കാര്യങ്ങൾ. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് സൺസെറ്റ് കാണും. വേറൊരു കാര്യം കാണിച്ചത്, ഇത് നോക്കിയേ, ഇത് നേരെ ബീച്ചിലേക്കാണ് ഇതിൻ്റെ വ്യൂ പോണത്. നമുക്ക് തുറന്നിടാം, ഇവിടെ സുഖമായിട്ട് നമുക്ക് ഇരിക്കുക. ഇത് നോക്കിയേ, ബീച്ചാണ് ഈ കാണണത്, ബീച്ചാണ്. ബീച്ചിൻ്റെ വ്യൂ ആണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ അടിപൊളിയായിട്ട് സൺസെറ്റ് കാണാം. എൻ്റെ റൂമിൽ ഏറ്റവും ഇഷ്ടമുള്ള ഭാഗം എനിക്ക് ഈ ഒരു ഭാഗമായിട്ട്. ഞാൻ ഇവിടെ കട്ടിലിരിക്കും, എന്നിട്ട് സൺസെറ്റ് കാണും. അടിപൊളിയാണ്, ഭയങ്കരമായിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റും. നമുക്ക് ബീച്ചിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല, ഇവിടെ ഇരുന്ന് സൺസെറ്റ് കൊള്ളാൻ പൊളിയാണ്. എൻ്റെ ഒരു ദിവസം ഏറ്റവും കൂടുതൽ ഞാൻ എൻ്റെ റൂമിൽ തന്നെ ടൈം സ്പെൻഡ് ചെയ്യുക. കാരണം എൻ്റെ റൂമിൽ എനിക്കിഷ്ടമുള്ള എല്ലാം ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് എൻ്റെ ഒരു വൈബിനൊത്തതാണ് ഞാൻ ഈ റൂം മൊത്തം ചെയ്തേക്കുന്നത്. ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്സാണ് ഇതൊക്കെ. ഇത് ഞാൻ അടുത്ത ബോട്ടിൽ ആർട്ടിന് വേണ്ടി ഞാൻ എടുത്ത് വെച്ചേക്കാം, കുപ്പി എടുത്ത് വെച്ചേക്കാം. ഇത് മിനി ക്യാൻവാസിൽ ഞാൻ പെയിൻറ്റ് ചെയ്തതാണ്. എൻ്റെ ഫേവറേറ്റ് ആണ് ഇതൊക്കെ മിനി ക്യാൻവാസിൽ ഇവിടെയൊക്കെ പെയിൻറ്റ് ചെയ്തേക്കുന്നതാണ്. അതുപോലെ മിനി ക്യാൻവാസിൽ ഇനി ഞാൻ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഹാളിലും അവിടെ ഇവിടെ ഒക്കെ വെച്ചിട്ടുണ്ട്. അതൊരു ദിവസം ഹോം ടൂർ ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചുതരാം. അതാണ് അപ്പോൾ ഈ ഒരു പോർഷൻ, നമ്മുടെ സൺസെറ്റൊക്കെ കാണാൻ പറ്റിയ ഒരു പോർഷൻ. അങ്ങനെ ഇത്രയും സ്ഥലങ്ങൾ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞ്. പിന്നെ ഇവിടെ ഒരു കബോർഡ് ഉണ്ട്. ഇവിടെ ഒരു കബോർഡ് ഉണ്ട്. ഈ കബോർഡിൽ ഇപ്പോൾ തൽക്കാലം സാധനങ്ങളൊന്നുമില്ല. കാരണം ഞാനിപ്പോൾ നാട്ടിലേക്ക് മാറിയപ്പോൾ ഉള്ളിലത്തെ സാധനങ്ങളൊക്കെ ഞാൻ നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. കോളേജ് ഉറക്കുന്ന വെച്ചിട്ട് ഞാൻ അങ്ങനെ ഷിഫ്റ്റ് ചെയ്തു. അതുകൊണ്ട് ഇപ്പോൾ കബോർഡിൻ്റെ ഉള്ളിലൊന്നും പ്രത്യേകിച്ച് സാധനങ്ങളില്ല. ഇനി നെക്സ്റ്റ് കാണിക്കാനുള്ളത് കട്ടിലിൻ്റെ ഭാഗം തൊട്ടാണ്. കട്ടിലിൻ്റെ ഭാഗത്തെ വ്യൂ ഇങ്ങനെയാട്ടോ നമ്മുടെ വ്യൂ പോകുന്നത്. ഇവിടെയും സാധനങ്ങളുണ്ട്, ഇവിടെയും സാധനങ്ങളുണ്ട്. ഇത് കണ്ടോ, ടാൻടടേം, ആരാ നോക്കുക, എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫോട്ടോയാണ് ബാബയും ഞാനും. അതേപോലെ ഇത് എൻ്റെ ഫ്രണ്ടാണ് നിംന, ഇതും എൻ്റെ ഫ്രണ്ടാണ് കിച്ചും, അഞ്ജനയും ഞാനും. പിന്നെ ഇതൊക്കെ ഞാൻ പെയിൻറ്റ് ചെയ്തതാണ്, ഇതൊക്കെ ഞാൻ വരച്ച് വെച്ചേക്കുന്നതാണ്. ഇവിടെയുണ്ട് എൻ്റെ ഫ്രണ്ട്സ്. ഇത് കിച്ചു, കൈലാസ് ഞങ്ങളുടെ ഫ്രണ്ട്സാണ്. ഇത് സൽമ എൻ്റെ കസിനാണ്. അങ്ങനെ ഞാൻ ഈ ഒരു പോർഷൻ പിന്നെ മുകളിൽ ഒരു കുതിരനെ ഞാൻ സ്പ്രേ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. രാത്രി കാണാൻ നല്ല ഭംഗിയാണ് ആ ഒരു സംഭവം. ഇങ്ങനെ ഇത് ലൈറ്റ് പിങ്ക് ലൈറ്റ് കത്തും രാത്രി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇത് ഞാൻ ഉണ്ടാക്കി വെച്ചതാണ്. ഈ ഒരു സംഭവം ഞാൻ നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്കൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അതാണ് ഈ ഒരു പോർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് എനിക്ക് ഉണ്ടാക്കി തന്നത് നിംന. അവള് എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. മരത്തുമ്മ പെയിൻറ്റ് ചെയ്തിട്ട് അവൾ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. പിന്നെ ഉള്ളത് ഈ ഒരു പോർഷൻ ഉണ്ട്, ഈ ഒരു ഭാഗം. ഇതെന്ന് പറയുന്നത് രാത്രി ലൈറ്റ് കത്തും. ഞാൻ ലൈറ്റ് വെച്ചിട്ടുണ്ട്, രാത്രിക്കത്തെ കാണിച്ചുതരാം. രാത്രി അടിപൊളിയാണ്, ഇങ്ങനെ ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കും. ബെഡിൻ്റെ ഇവിടെ ഒക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. അത് രാത്രി തന്നെ കാണണം. പിന്നെ ഈ ഒരു പോർഷൻ വെച്ച് കഴിഞ്ഞാൽ ഞാൻ വരച്ചതാണ്, ഫുൾ ഞാൻ വരച്ചതാണ്. ഈ കാണുന്നതൊക്കെ ഇത് ന്യൂസ് പേപ്പറിൽ ഞാൻ സ്റ്റെൻസിലാട്ട് ചെയ്തേക്കുന്ന ന്യൂസ് പേപ്പറിൽ ഞാൻ റിച്ചു ബാബാനെയും അച്ഛനെയും ഉപ്പാനൊക്കെ വരച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ പിന്നെ കാണിച്ചുതരാം. ഇപ്പോൾ കാണിച്ചു തരാം, കുറച്ച് നേരത്തിനുള്ളിൽ കാണിച്ചു തരാം. ഇതൊക്കെ ഞാൻ ഇതേപോലെ, എനിക്ക് ഇങ്ങനത്തെ ആർട്ട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ചെയ്തു വെച്ചേക്കുന്നതാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവമാട്ടോ. നോക്കി, അടിപൊളിയല്ലേ? എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് ഞാൻ ചെയ്തതിൽ. ഇതൊക്കെ ഞാൻ വരച്ച് വെച്ചേക്കുന്നതാണ്. ഇങ്ങനെ കണ്ട, അങ്ങനെ മൊത്തം ഈ റൂമിൽ ഇപ്പോൾ ഏകദേശം കാണിച്ചൊക്കെ ഞാൻ ചെയ്തു തന്നെയല്ലേ. ഫുള്ള് ഈ ഒരു ഭാഗം ഞാൻ തന്നെ, എൻ്റെ ഓരോ കലാവിരുദ്ധകളാണ് ഈ റൂം മൊത്തം ഉള്ളത്. എൻ്റെ ഓരോ പ്രാന്ത് ഇവിടെ ഒക്കെ ഉണ്ട്. ഇനി വരാൻ പോകുന്നുള്ളൂ. അയ്യോ, എന്തോരം സാധനം ഞാൻ കിതച്ചു തുടങ്ങിയിട്ടോ. ഞാൻ റൂം കാണിച്ചിട്ട് ഭയങ്കരമായിട്ട് കിതക്കണം. അതെന്താവോ ഞാൻ കിതക്കുന്നത്. ബാക്കി നീ ഏതാ ഭാഗം കാണിക്കാനുള്ളതാ? ഞാൻ ഒരു ഭാഗമൊക്കെ ഞാൻ കാണിച്ചു തരാം. നെക്സ്റ്റ് പോർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ സ്റ്റഡി ടേബിൾ മാത്രമല്ല, ഞാൻ ചിത്രം, ഇത് ഫുള്ള് കാണുന്നില്ലേ, ഇതൊക്കെ ചിത്രം വരക്കാനുള്ള എൻ്റെ പെയിൻറ്റിങ്സ്. ഈ കണ്ടില്ലേ, ഈ ഫുള്ള് കണ്ടില്ലേ, ഇതൊക്കെ ചിത്രം വരക്കാനുള്ളത്. ഇതിപ്പോൾ നമ്മൾ റൂമിൽ ഞാൻ കുറച്ചേ വെച്ചിട്ടുള്ളൂ, ഹോളിൽ ഇഷ്ടം പോലെ ഞാൻ വരച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്ത് തന്നെയാണ് കേട്ടോ. ഇത് ഫുള്ള് എൻ്റെ പെയിൻറ്റ് ചെയ്യുന്ന സാധനങ്ങളാണ്. ഈ ഒരു കൊട്ട കാണുന്നില്ലേ, ഈ കൊട്ടയുടെ ഉള്ളിൽ ഫുൾ എൻ്റെ ക്രാഫ്റ്റ് ഐറ്റംസ് ആണ്. ഓരോ ക്രാഫ്റ്റ് മെറ്റീരിയൽസ് അത് ഫുള്ളാണ് ആ കൊട്ടയിൽ കാണുന്നത്.
ഈ ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇരുന്ന് പഠിക്കണത്, എഴുതുന്നത്, ചിത്രം വരക്കുന്നത്, പെയിൻറ്റ് ചെയ്യണത്, എല്ലാം ക്രാഫ്റ്റ് ചെയ്യണത് ഒക്കെ ഈ ഒരു ഏരിയയിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തതെന്ന് വെച്ചാൽ ഒരു പോർഷനാണ്. ഇവിടെ ക്ലോക്ക് ഉണ്ട്. ക്ലോക്ക് ഇതേ അടുത്തതും റിച്ചു ബാബ, എൻ്റെ റിച്ചു ബാബയുടെ അടുത്ത ഫേവറേറ്റ് ഫോട്ടോ ആണ്. എന്ത് നോക്കിയോ എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ ഒരു ഫോട്ടോ. പിന്നെ ഇതെൻ്റെ കസിൻസാണ്, ഇത് എൻ്റെ ക്ലാസ്മേറ്റ്സ് ആണ്, ശിവറാം, കൈലാസ്. എനിക്ക് എൻ്റെ ബ്രദേഴ്സ് തന്നെ, സ്വന്തം ബ്രദേഴ്സ്. ഇത് ഷാരോൺ, നിംന, ഇത് കിച്ചു, അഞ്ജന. വേറൊരു ഇഷ്ടമുള്ളത് ഇതേ ഈ ഒരു സംഭവമാണ് ഞാൻ റൂമിൽ വെച്ചേക്കുന്നത്, ലവ് നോട്ട് വാർ. ഇത് നോക്കിക്കേ, ലവ് എന്ന് പറഞ്ഞിട്ട് ഇത് ബില്ലു ജാനു. ഞാൻ ബാബാനെ ഇടയ്ക്കിടയ്ക്ക് ജാനു എന്ന് വിളിക്കും. ബാബ എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്തതെന്നാണ്. ഇതെന്ന് പറയുന്നത് ബാബ, ഇത് November 21 ഞങ്ങളുടെ ആനിവേഴ്സറി ആണ്. എന്ന് വെച്ചാൽ ഓരോരോ വർഷം തികയണം, ഞങ്ങൾ ഇഷ്ടമാണെന്ന് പറഞ്ഞത്. ഈ ഓരോ ദിവസങ്ങൾ ഇത് മൊത്തം ഞങ്ങളുടെ ഓരോ സ്വഭാവം, ഞങ്ങൾ എന്താണോ അതാണ് ഇതിൽ ഫുള്ള് കാണിച്ചു തന്നേക്കുന്നത്. ഷോർട്ട് ടെമ്പർ, മൈ ഒഫീഷ്യൽ മോൾ, ഇതൊക്കെ ബാബ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ നടക്കണേ January 2 ഇതൊക്കെ ഞങ്ങൾ ഓരോ സ്പെഷ്യൽ ഡേറ്റ്സുകളാണ്. ഫുൾ ഇത് എന്തൊക്കെയാണ് ഇതിൽ മൊത്തം ഞാനും ബാബയും എന്താണ് എന്നുള്ളത് ഈ ഒരു ഫ്രെയിമിലുള്ളതാണ് മൊത്തം. അതെനിക്ക് കുറേ ഗിഫ്റ്റുകൾ ബാബ മേടിച്ചു തന്നിട്ടുണ്ട്. കുറേ എന്താ പറയുക, ഇപ്പോൾ ഓർണമെൻറ്റ്സിലായിക്കോട്ടെ, ഹെഡ്ഫോൺ ആയിക്കോട്ടെ, ഇഷ്ടംപോലെ ഗിഫ്റ്റുകൾ എനിക്ക് മേടിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഒറ്റ ഈ ഒരു ഗിഫ്റ്റാണ്. അതെനിക്ക് ഭയങ്കര സ്പെഷ്യൽ. അത് കാണുമ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ ഓർമ്മ വരെയും കാര്യങ്ങളൊക്കെ ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് തന്നെ ഈ ഒരു പോർഷനാണ്. ഇത് കണ്ടില്ല, ഇതും ഞാൻ സ്പ്രേ പെയിൻറ്റ് ചെയ്തതാണ്. നമ്മുടെ A4 സ്പ്രേ പെയിൻറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഒരു ഗാലക്സി, ആണും പെണ്ണും കാണുന്നില്ല, ഒരു ഗാലക്സി പോലെ ആക്കി വെച്ചേക്കുന്നതാണ്. ഈ ഒരു സംഭവം ഉണ്ട്. ഞാൻ അടുത്തത് ഇതൊന്ന് നോക്കി, ഇത് സ്റ്റോപ്പ്, ഇത് തുറക്കരുത്, ഇത് എൻവലപ്പാണ്. ഇതിൽ ഒരു ലെറ്റർ ഞാൻ ഇങ്ങനെ എടുത്ത് വെക്കും എനിക്ക് ഏതെങ്കിലും വിഷമമൊക്കെ വന്നാൽ. ഇവിടെ ഞാൻ ഓരോ സ്റ്റിക്കി നോട്ട്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സെൽഫ് മോട്ടിവേഷനാണ്. ഇത് ഫുള്ള് സെൽഫ് മോട്ടിവേഷനാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, യുവർ ഓൺലി ലിമിറ്റ് ഈസ് യുവർ മൈൻഡ്. അങ്ങനെ സെൽഫ് മോട്ടിവേഷൻ ആയിട്ടുള്ള ഓരോ വാക്കുകളാണ് ഞാൻ അതിൽ എഴുതി വെച്ചേക്കുന്നത്. ഞാൻ ഡൗൺ ആവാൻ തോന്നുക, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും വരാം, ഞാൻ സ്വയം എന്നെ ചിയറപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ എന്നെ സ്വന്തം മൂഡാക്കാൻ വേണ്ടി ഞാൻ എൻ്റെ റൂമിൽ ചെയ്തു വെച്ചേക്കുന്നത്. അപ്പം ഞാൻ ഇതാകുമ്പോൾ, ഞാൻ ഇത് നോക്കുമ്പോൾ, ഇത് ചെയ്ത് വെക്കുമ്പോൾ സ്വന്തം ഒരു റിലാക്സേഷൻ, ഒരു തരം പ്രാന്ത് എന്നൊക്കെ പറയില്ലേ, അതെ. അടുത്തത് ലാസ്റ്റായിട്ട് എൻ്റെ ജേർണൽ. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ സീക്രട്ട് ഡയറി എന്ന് ഞാൻ പറഞ്ഞില്ലേ, ജേർണൽ. അതാണ് ഈ സംഭവം. ഇത് മെയിനായിട്ട് ഞാൻ എഴുതാറ് ബാബാനായിട്ട് പിണങ്ങിയിരിക്കുന്ന ദിവസങ്ങളിൽ. ബാബാനായിട്ട് തല്ലൂടൊക്കെ ചെയ്യില്ലേ, അപ്പോൾ വിഷമം മാറ്റാൻ വേണ്ടി ഞാൻ ചെയ്യണത് ഇതാണ്, എഴുതും. കുറേ വരക്കും എഴുതും. ഇതിൽ ഫുള്ള് ഞാൻ വരച്ച് തന്നെയാണ്. ഞാൻ വരക്കുകയും എഴുതുമൊക്കെ ചെയ്യും. ഇതാണ് എൻ്റെ മൂഡ് മാറ്റാനുള്ള എനിക്ക് ഒരേ സംഗതി. എനിക്ക് പിണങ്ങിയിരുന്ന ഭയങ്കര സങ്കടം. അപ്പോൾ പിന്നെ ബാബാനിങ്ങനെ വിളിക്കാൻ തോന്നും, വാശി കാരണം വിളിക്കാനും തോന്നില്ല. അപ്പോൾ പിന്നെ ആ സമയം പോകണ്ടേ. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഇരുന്ന് എഴുതും. അത് ഞാൻ കാണിച്ചു തരാം. പക്ഷെ ആർക്കും അധികം ഒന്നും മനസ്സിലാവില്ല ഞാൻ എന്ത് ഉദ്ദേശിക്കുന്നത്. എന്നാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇതാണ് അപ്പോൾ നമ്മുടെ ബുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതേ ഈ ഒരു സംഭവമാണ്. ഇത് ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആർട്ടിക്കിളിൽ നിന്ന് മുറിച്ച് ഓരോരോ പീസ് മുറിച്ച് വെച്ചിട്ട് വേർ ഈസ് മൈ മൈൻഡ്, ഇത് കണ്ടാൽ തന്നെ മനസ്സിലായി. ഞാൻ പിസ്ത ഷെല്ലൊക്കെ യൂസ് ചെയ്ത് കട്ട് ചെയ്ത് പെയിൻറ്റ് ചെയ്ത് അവിടെ ഇതൊക്കെ ഞാൻ പെയിൻറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇത് ഞാൻ പെയിൻറ്റ് ചെയ്ത് വെച്ചേക്കാണ്, ഇത് പെയിൻറ്റ് ചെയ്ത് വെച്ചേക്കണം, ഇതൊക്കെ ഞാൻ മുറിച്ച് വെച്ചേക്കാം. ലോസ്റ്റ് ഇൻ മൈ തോട്ട്സ്, ഈ ആശയങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യുന്നത്. വേർ ഈസ് മൈ ലോസ്റ്റ് ഇൻ മൈ തോട്ട്സ്. ഇതന്നെ കണ്ടേ ഞാൻ മനസ്സിലാവുമല്ലോ ഇതെന്താ ബാബാനായിട്ട് തല്ലൂടും. അപ്പം ഞാൻ ഫുള്ളിങ്ങനെ ചിന്തിച്ച് കൂട്ടിയിരിക്കുകയായിരിക്കും. അപ്പം ഞാൻ ഇങ്ങനെ എഴുതി വെക്കുന്നതാണ് ഈ സംഭവം. എൻ്റെ മനസ്സ് എവിടെ, എന്തൊരു കാവ്യാത്മകമായ ചിന്തയും നോക്കി നോക്ക്. ഇനി അടുത്ത് കാണിച്ചുതരാം. അപ്പോൾ ഒക്കെ ഒരു മൂഡ് കിട്ടി ഞാൻ എങ്ങനത്തെയാണെന്ന് വരക്കാമെന്ന്. പിന്നെ അടുത്ത പേജ്. അടുത്തത് നോക്കിയത് ഫുള്ള് ഗ്ലിറ്റേഴ്സാണ്. സ്കിൻ ലൈറ്റ് ടു എമിറ്റ് സ്പാർക്കിൾസ് ടു ട്വിങ്കിൾ ആസ് ദ സ്റ്റാർസ്. ഇതൊന്നുമില്ല ഉദ്ദേശിക്കുന്നത്, ഇതേപോലെ സ്റ്റാർ പോലെ എപ്പോഴും തിളങ്ങിയിരിക്കുക, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കണ്ട ഫുള്ള് നല്ല തിളക്കായിട്ടുള്ള സംഭവം. ഇത് ജേർണലാട്ടോ ശരിക്കുന്നത്. പിന്നെ ഇത് എ പോം ക്യാൻ ബി ഫുൾ ആൻഡ് ഹംഗ്രി അറ്റ് ദ സെയിം ടൈം. പിന്നെ ഇത് ഞാൻ എഴുതിയേക്കുന്നതാണ്. ഇതിൽ വായിക്കാൻ നിങ്ങൾക്ക് ഒരുപാടുണ്ട്. ഇതെൻ്റെ ആ സമയത്ത് ഒരു മൂഡിന് ഞാൻ എഴുതി വെച്ചേക്കുന്നതാണ്. ഇത് ഞാൻ വരച്ച് വെച്ചേക്കുന്നത് കേട്ടോ. ഇത് ഞാൻ പെയിൻറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്, ആക്രിലിക് പെയിൻറ്റ്. വൈ പീപ്പിൾ ഹാവ് ദ ലൗഡസ്റ്റ് മൈൻഡ്സ്, ഇതാണ് എൻ്റെ ആശയം. ഇത് അതേപോലെ ഇതും ഞാൻ വരച്ച് ഒട്ടിച്ച് വെച്ചേക്കുന്നതാണ്. ലവ് ഡസൻ മേക്ക് യു ബ്ലൈൻഡ്, ഇറ്റ് ഓപ്പൺ യുവർ ഐസ്. ഞാൻ വരച്ച് വെച്ചേക്കുന്നതാണ്. ഇതും ഞാൻ വരച്ചേക്കുന്നത് തന്നെയാണ്. ഇതൊക്കെ ഞാൻ വരച്ചേക്കുന്നത് കേട്ടോ. വൈറ്റ് പെണ്ണുകൊണ്ടാണ് ഇത് വരച്ചേക്കുന്നത്. ഇത് നോക്കി നോക്കി നിങ്ങൾക്ക്. ഇതൊരു പെൺകുട്ടി, ഇത് ഗാലക്സി,
മൂണ് സംഭവം ഇതിൽ വി ആർ നത്തിങ് ബട്ട് സ്പേസ് ഡസ് ട്രൈങ് വൈക്കൻ കർമ്മ അത് സംഭവം ഇതൊക്കെ ആ സമയത്ത് മൂന്നിന് എന്തൊക്കെയോ എഴുതിയൊക്കെ ഓ ഇതെൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഞാൻ പെയിൻറ്റ് ചെയ്തതിലൊന്നുള്ള ഹ്യൂമൻസ് ആർ ഇൻ റിയൽ. ഇവിടെ ഉണ്ട് ഏലിയൻ കുഞ്ഞ് നമ്മുടെ ബെഡ്റൂമിലുണ്ട്. ഇതൊക്കെ ഞാൻ പെയിൻറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ആക്രിലിക്കാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് വരയ്ക്കാനൊക്കെ. ഇതും സംഭവം ഞാൻ വരച്ചേക്കുന്നത് തന്നെയാണ്. ഇത് ഇൻഹെയിൽ സ്കൈ എക്സ്ഹെയിൽ സ്റ്റാർസ്. ഇത് 2 സ്കൈ ആണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മുടെ ഇത് പിന്നെ ഈ ഒരു സംഭവം ഫ്യൂച്ചർ ഇസ് ഫീമെയിൽ ഐ ആം എ വുമൻ റെവല്യൂഷൻ ഞാൻ വരച്ച് വെച്ചേക്കുന്നതാണ്. പിന്നെ ഇതെന്താ സംഭവം ഇത് ഞാൻ എഴുതിയേക്കുന്നതാണ്. വിച്ച് ഈസ് ഹാപ്പിയോ ദ സൺ ആൻഡ് ദ ഡേ ദ മൂൺ ആൻഡ് ദ നൈറ്റ് ബോത്ത് ഐ സെറ്റ്. ഓഫ് കൊള്ളാം. ഇത് ഞാൻ നൂല് കൊണ്ട് ഇത് നൂലാണ് വരച്ചിട്ട് നൂല് ടൈ ചെയ്തേക്കുന്ന സംഭവം. പിന്നെ ദേ ഈ ഒരു സംഭവം ഇതും വരച്ചേക്കുന്നതാണ്. ഇത് മാഗസീനിൽ നിന്ന് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സ്ട്രെങ്ത് എന്നുള്ള സംഭവം കാണിക്കാൻ. ഇതടുത്തത് ഞാൻ എഴുതിയേക്കുന്നത്. കൊള്ളാലോ. ഇനിയുണ്ടല്ലോ. ഓ ഇതെൻ്റെ ഫേവറേറ്റ്. അതേപോലെ ഞാൻ വരച്ച ഇൻ മൈ ഡ്രീംസ്. ഇതൊക്കെ ഞാൻ വരച്ചത് തന്നെയാട്ടാ. ഇത് നോക്കി എൻ്റെ ഡ്രീംസ് എൻ്റെ സ്വപ്നത്തിലുണ്ടായിരുന്നത്. ഇതെങ്ങനെയുണ്ട്? ഇത് പൊളിയായിട്ടില്ല. ഇതെൻ്റെ ഫേവറേറ്റ് ആണ് ഈ സാധനം. ബാബാടിയും ഫേവറേറ്റ് ഇത്. വേറൊരു സംഭവം ഞാൻ കാണിച്ചു തരാം. ഇത് നോക്കിയേ. ഇത് എൻ്റെ ഉപ്പാനൊരു ദിവസം മിസ് ചെയ്തപ്പോൾ ഞാൻ വരച്ചതാണ് എൻ്റെ ഉപ്പാനെ. ഇത് ബാബാടെ അച്ഛൻ. ഇത് അച്ഛൻ. ഇത് ബാബ കുപ്പിയിൽ ഇങ്ങനെ കുടിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അത് നോക്കി അത് വെച്ചിട്ട് ഞാൻ വരച്ചതാണ്. അങ്ങനെ ഇവരെ ഞാൻ മിസ് ചെയ്തപ്പോൾ അവിടെ ഇവിടെ ഒക്കെ ഉള്ളപ്പോൾ ഞാൻ വരച്ച് വെച്ചേക്കുന്നതാണ്. എൻ്റെ ഫേവറേറ്റ് ആൾക്കാർ ഞാൻ വരച്ച് വെച്ചേക്കുന്നതാണ്. അതാണ് സംഭവം. ഇനി കഴിഞ്ഞോ? ഇത്രയൊക്കെ സംഭവം ഉള്ളത്. ഞാൻ പറഞ്ഞ പോലെ എന്താ പറയുക, എൻ്റെ കണക്കും തല്ലൂട്ടൊക്കെ വരുമ്പോഴേ എനിക്ക് ഇങ്ങനത്തെ ഈ സംഭവങ്ങൾ ചെയ്യാനൊക്കെ തോന്നാം. അപ്പോൾ ഇത്രയും പണിഞ്ഞിട്ടുള്ളൂ തോന്നുന്നുണ്ട്. എന്നൊക്കെ പണിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ഞാൻ വരച്ചിട്ടുണ്ട്. പിന്നെ ആ സമയത്താണ് ഇതൊക്കെ ചെയ്തേക്കുന്നത്. അങ്ങനെ ഓരോ കണക്കത്തിൽ ഞാൻ ചെയ്യുന്നതാണ് ഈ ഓരോ സംഭവങ്ങൾ. അങ്ങനെ എൻ്റെ റൂം മൊത്തം അങ്ങനെ ആകെ ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഫേവറേറ്റ് ഞാൻ വരച്ച് വെച്ചേക്കുന്നത് എൻ്റെ ഉപ്പാനും അച്ഛനെയും റിച്ചു ബാബാനെയും ഒക്കെ. ഞാൻ അമ്മനെയും ഉമ്മാനെയും ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഒരു ബുക്കിലേ വരച്ചിട്ടുണ്ടായിരുന്നു. ആ ബുക്കിൽ ഞാൻ ആ പേര് വെച്ച് കാണുന്നില്ല. അങ്ങനെ മിസ്സായിപ്പോയി. അതുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ഈ ഒരു എൻ്റെ ഡയറിയിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടുണ്ട്. അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ ഒരു കുഞ്ഞു റൂമിൽ കാണാനുള്ളത്. ഇതിലെൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ ഒന്ന് ഞാൻ ജെം സ്റ്റോൺസ് കാണിച്ചില്ല. റഫ് ജെം സ്റ്റോൺസ് എൻ്റെ ജീവനാണ്. അയ്യോ അതൊക്കെ മിസ്സായി കഴിഞ്ഞാൽ എനിക്ക് സഹിക്കില്ല. എനിക്ക് അത്രക്കും ഫേവറേറ്റ്. പിന്നെ ഈ ഓരോരോ സംഭവം ഞാൻ പറഞ്ഞ പോലെ ഓരോരോ കാര്യങ്ങളുണ്ട് എൻ്റെ ഓരോ മൂഡിന്. അത് നിങ്ങൾക്ക് പിന്നീട് ഈ വീഡിയോ പിന്നെയും നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഓരോ മൂഡ് നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ഞാൻ ചെയ്തേക്കുന്നതാണ് ഈ ഒരു മൊത്തം സംഭവങ്ങൾ. ഇതാണ് അപ്പോൾ എൻ്റെ റൂം എന്ന് പറയണത്. ഞാൻ എൻ്റെ രാത്രിക്കത്തെ വ്യൂ കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ? രാത്രിക്കത്തെ വ്യൂ കാണാം. അപ്പം രാത്രി അങ്ങനെ എന്താ സെറ്റപ്പ് എന്ന് കാണിച്ചത്. രാത്രിയാണ് എൻ്റെ റൂം എനിക്ക് ഇരിക്കാൻ ഏറ്റവും ഇഷ്ടം. രാത്രി കേട്ടോ. ഞാൻ കാണിച്ച രാത്രിക്കത്തെ മൂഡ് എങ്ങനെയാന്ന് കണ്ടോ? ഇത് മുകളിലൊക്കെ കണ്ടില്ലേ? സ്റ്റാർ മൂണ് അങ്ങനെയൊക്കെയാണ്. ഇവിടെ ഫുള്ള് ദേ ഇങ്ങനെ ലൈറ്റ് സംഭവങ്ങൾ. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല കറക്റ്റ് ലൈറ്റ് ഫുൾ ലൈറ്റ് സെറ്റപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കാണിച്ചു തരാമെന്ന്. രാത്രി കഴിഞ്ഞാൽ ഇത് കണ്ടോ? ഇതിന് വേണ്ടിയിട്ടാണ് ഈ കുപ്പി ഇവിടെ വെച്ചേക്കുന്നത്. ഈ ഒരു സെറ്റപ്പിന് വേണ്ടിയിട്ട്. അങ്ങനെ ഇതാണ് എൻ്റെ രാത്രിക്കൊക്കെ വൈബ്. ഇതാണ് സംഭവം. ഇവിടെയൊക്കെ ഇങ്ങനെ കുഞ്ഞു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഏലിയൻ കുഞ്ഞിൻ്റെ ഇവിടെ ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കും. ഇതാണ് നമ്മുടെ രാത്രി റൂമിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. പാട്ടൊക്കെ കേട്ടിരിക്കാൻ വേറെ മൂഡാണ്. ഏത് വിഷമമുണ്ടെങ്കിലും എത്ര വിഷമമുണ്ടായിക്കോട്ടെ ഫുൾ ചില്ലാവും. 100% ചില്ലാവും. പാട്ടൊക്കെ കേട്ട് വൈബായിട്ടിരിക്കാൻ വേറെ മൂഡാണ്. ഒരു രക്ഷയില്ലാത്ത മൂഡാണ് ശരിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ഹോം ടൂർ. ഇത് ഇത്രേ ഉള്ളൂ കേട്ടോ. അത് ഹോം ടൂർ അല്ല, നമ്മൾ റൂം ടൂർ. എൻ്റെ റൂം ടൂർ ഇത് ഇത്രയേ ഉള്ളൂ. കുറച്ച് കുഞ്ഞി എൻ്റെ വട്ടുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ എന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.